അസ്സലാമു വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിൽക്കുന്നത് വടകരയിലാണ്. കടത്തനാടിൻ്റെ പോരാട്ട വീര്യങ്ങൾ ഉൾക്കൊണ്ട പഴയ പ്രതാപം പേറി എൻ്റെ പിന്നിൽ നിൽക്കുന്നത് താഴത്തങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയാണ്. പള്ളിയുടെ വിശേഷങ്ങളും വടകരയുടെ കാഴ്ചകളും നമുക്കൊന്ന് ആസ്വദിക്കാം. താഴത്തങ്ങാടിയിലെ മാർക്കറ്റുകളാണിത്. പഴയ കാലത്ത് പാണ്ഡികശാലകൾ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പാണ്ഡികശാലകൾ, ഈ കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിന്, പഴയ കാലത്ത് ഓടിട്ട ബിൽഡിങ്ങുകളിലുള്ള ഈ കാര്യത്തിന് പാണ്ഡികശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വടകരയുടെ പ്രൗഢിയും പ്രതാപവും പേറി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മനോഹരമായ നിർമ്മിതിയാണ് വടകര താഴെയങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി. ഇസ്ലാമിക പ്രബോധനം കേരളത്തിൽ വേരൂന്നിയ കാലത്ത് തന്നെ അത്രത്തോളം പഴക്കമുണ്ട് ഈ പള്ളിക്ക് എന്ന് ചരിത്രം പറയുന്നു. താഴെയങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ മനോഹരമായ താഴികക്കുടം തന്നെയാണ്. പൂർണ്ണമായും ചെമ്പ് ലോഹങ്ങളാൽ നിർമ്മിച്ച ഈ നിർമ്മിതി ഇന്നും പ്രൗഢിയോടെ പ്രതാപം പേറി നിലനിൽക്കുന്നുണ്ട്. നിരവധി മഹാന്മാർ പഠനം നടത്തുകയും പഠിപ്പിക്കുകയും സേവനം ചെയ്യുകയും ചെയ്ത ഈ പള്ളി പൂർണ്ണമായും കേരളീയ ട്രഡീഷണൽ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ പുനർനിർമ്മാണം നടന്നത് ക്രിസ്താബ്ദം 1500കളിലാണെന്ന് ഇവിടെ കൊത്തിവെച്ച ശിലാഫലകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മനോഹരമായ കേരളീയ ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ച ഈ പള്ളിയുടെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിച്ചത് മരത്തടികളും കല്ലുകളുമായിരുന്നു. മനോഹരമായ കൊത്തുപള്ളികളാൽ അലങ്കൃതമായ പള്ളിക്ക് അനേകം വാതിലുകളുണ്ട് എന്നത് തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ച മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് തന്നെ നിർമ്മിച്ചതാണ് എന്ന് കരുതപ്പെടുന്ന ഈ പള്ളി അനേകായിരം മുസ്ലിം വിശ്വാസികളുടെ ആശാ കേന്ദ്രവും കൂടിയാണ്. ഇതാണ് പ്രധാന എൻട്രൻസ്. ഇതിലൂടെയാണ് പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയുടെ ബാക്ക് ഭാഗത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. മനോഹരമായ നിർമ്മിതിയാണ്. ധാരാളം വാതിലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ. പള്ളിയുടെ അകത്തെ കാഴ്ചകൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇവിടെ അതിൻ്റെ അധികൃതരൊക്കെ ഉണ്ട്. അതിൻ്റെ ചരിത്രവും ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. എത്രത്തോളം മഹത്തരമാണ് ഈ നിർമ്മിതി എന്ന് നമുക്ക് ആസ്വദിക്കാം. പള്ളിയുടെ അകത്തെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. മനോഹരമായ അകത്തെ പള്ളി നമുക്കൊന്ന് കണ്ട് അതിൻ്റെ ചരിത്രങ്ങൾ അന്വേഷിച്ച് തിരിച്ചു വരാം. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായി മനോഹരമായ ഒരു കുളം. അതിൽ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്, എങ്കിലും ശുദ്ധമായ വെള്ളം തന്നെ നിലനിൽക്കുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ഹൗദിന് പകരം നമ്മുടെ എല്ലാ പഴയ പള്ളികളിലൊക്കെ കുളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചരിത്രാവിഷ്കാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ പിന്നീട് അങ്ങോട്ട് കയറിയാൽ ഒരുപാട് മുത്താലിമീങ്ങൾ, റമദാനായതുകൊണ്ട് താമസിച്ച് പഠിക്കുന്ന, അതുപോലെ തന്നെ ഉറുദിക്കൊക്കെ വന്നുള്ള ആളുകളൊക്കെ, മുത്താലിമീങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യവും ഉൾക്കൊള്ളുന്ന പള്ളിയാണ്. വലിയ പള്ളിയാണ് താഴെയങ്ങാടി ജുമാ മസ്ജിദ്. ഹൗദിൻ്റെ ഭാഗങ്ങളൊക്കെ പുതിയതാക്കി മാറ്റിയിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ആവിഷ്കരിച്ചതാണ് ചെയ്തത്. നമുക്കുള്ളിലേക്ക് പോകാം. അകത്തെ പള്ളി വിശാലമായ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച വിശാലമായ പള്ളിയുടെ അകത്തണം എത്ര മനോഹരമാണ്. ആ പഴയ കാലത്ത് വാസ്തുവിദ്യ നിർമ്മിക്കുന്ന തത്വശാസ്ത്ര വിദഗ്ധർ മനോഹരമായി പണി കഴിപ്പിച്ച വലിയതായ തൂണുകൾ, 4 തൂണുകൾ, മധ്യത്തിൽ 2 തൂണുകൾ, പിന്നീട് അങ്ങോട്ടും ഒരുപാട് തൂണുകൾ കൊണ്ട് അലങ്കൃതമായ പള്ളിയാണ്. വലിയ മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനുള്ളിൽ. ഇതാണ് പ്രധാന നിസ്കരിക്കുന്ന ഹാള്. ഇതൊക്കെ എല്ലാ ഭാഗവും വലിയ മരത്തടികൾ കൊണ്ട് പഴയ കാലത്ത് തന്നെ നിർമ്മിച്ച വലിയതായ ഒരു പള്ളി തന്നെയാണ് നമ്മുടെ താഴെയങ്ങാടി പള്ളി. പഴയ കാലത്തെ പള്ളികൾക്കൊക്കെ ഉള്ളൊരു ആകർഷണമാണ് അതിൻ്റെ ചുറ്റുഭാഗത്തും, അകത്തെ പള്ളിക്കും പുറത്തെ പള്ളിക്കും ചുറ്റുഭാഗത്തുമായിട്ടൊരു വരാന്ത. പഴയ കാലത്തെ പള്ളികൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തായിട്ട് 4 കോർണറുകളിലായിട്ട് ചുറ്റുഭാഗത്തുകൂടെ ഒരു വരാന്ത അതിന് കാണാം. അതിൻ്റെ ഒരു വരാന്തയുടെ മാതൃകയാണ്, മനോഹരമായി നിർമ്മിച്ച വരാന്തയാണ് ഇവിടെ കാണുന്നത്.
പുറത്തെ പള്ളിയുടെ ചുമരിലായിട്ട് അകത്തെ പള്ളിയിലേക്ക് കയറുന്നതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് മനോഹരമായ കാലിഗ്രഫി കൊണ്ട് എഴുതിയ അതിൻ്റെ ചരിത്രങ്ങളും അതുപോലെ തന്നെ ഖുർആനിക സൂക്തങ്ങളൊക്കെ ഇവിടെ കാണാം. സൂം ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഇതാ മനോഹരമായ എഴുത്താണ്. അക്കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ട് അറബി എഴുതാൻ കഴിവുള്ള ആളുകൾ, മരപ്പണിക്കാർ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നത് വളരെ അത്ഭുതകരമായി നമുക്ക് തോന്നുകയാണ്. നമ്മൾ അകത്തെ പള്ളിയിലേക്ക് കയറുകയാണ്. അകത്തെ പള്ളിയിൽ മിമ്പർ അതുപോലെ തന്നെ മിഹ്റാബ് എല്ലാം മരം കൊണ്ട് നിർമ്മിച്ചത് തന്നെയാണ്. ഒരു ആത്മീയമായ അന്തരീക്ഷം കിട്ടുന്ന ചുറ്റുഭാഗത്തെ കാഴ്ചകൾ. മാഷാ അല്ലാഹ്. പഴയ കാലത്തെ മരത്തടികൾ കൊണ്ടുണ്ടാക്കിയ മിമ്പർ, അതുപോലെ തന്നെ അകത്തെ പള്ളിയിൽ നിന്ന് മുകളിലോട്ട് കയറാൻ മനോഹരമായ ഒരു വലിയ ഗോവണി, മരത്തടി കൊണ്ട് തന്നെ പൂർണ്ണമായി നിർമ്മിച്ച കോണിയാണ്. ഞാൻ നിൽക്കുന്നത് വടകര താഴത്തങ്ങാടി പള്ളിയോട് ചേർന്നുള്ള ഒരു വലിയ മഹാന്റെ മക്കാമിൻ്റെ മുമ്പിലാണ്. ബഹുമാനപ്പെട്ട മക്കാമുൽ ആയില ഷെയ്ഖ് മുഹമ്മദ് ബുഖാരി തങ്ങളുടെ മക്കാമിൻ്റെ മുമ്പിലാണ്. അവിടുത്തെ ചരിത്രവും വിശേഷവും നമുക്കൊന്ന് അന്വേഷിക്കാം. ആത്മീയത കൊണ്ട് കേരളത്തിലെ ആത്മീയ മണ്ഡലത്തിൽ സൂര്യ തേജസ്സായി ജ്വലിച്ചു നിന്ന മഹാനായിരുന്നു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബുഖാരി തങ്ങൾ. ധാരാളം ആളുകൾക്ക് ആശ്വാസത്തിന് തെളിനീരുപാകി പ്രബോധന മേഖലയിൽ ജ്വലിച്ചു നിന്ന മഹാൻ ഈ മഖബറയുടെ ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. താഴത്തങ്ങാടി പള്ളിയിൽ സിയാറത്തിനായി വരുന്ന അനേകം ആളുകൾ ഇവിടെ സിയാറത്ത് ചെയ്യുകയും ആഗ്രഹ പൂർത്തീകരണത്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നത് പതിവായ കാഴ്ചയാണ്.